ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 1 കൊരിന്ത്യർ 9 അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ അത് മനഃപൂർവം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലം ഉണ്ട്. മനഃപൂർവമല്ലെങ്കിലും കാര്യം എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. 18 വാക്യത്തിൽ, എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവു കൂടാതെ നടത്തുന്നത് തന്നെ. ഹല്ലേലൂയ. ഇവിടെ അവസാനത്തെ വാക്യത്തിൽ പറയുകയാണ്, സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. എന്നാൽ സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് 1 കൊരിന്ത്യർ 9 അധ്യായം അതിൻ്റെ 14 വാക്യത്തിൽ പറയുന്നുണ്ട്. പത്രോസും മറ്റു അപ്പോസ്തലന്മാരും അങ്ങനെ ആയിരുന്നു. ആരെങ്കിലും സ്വമേധ കൊടുക്കും, അവർ അന്യായമായി ആരോടും വാങ്ങത്തില്ല. സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് സ്വമേധ കൊടുക്കും. ഹല്ലേലൂയ. പൗലോസ് സ്വമേധ വേലക്കാരനാണ്. പണ്ട് ഒരു സ്റ്റീഫൻ മേശിരി വീട് കെട്ടുന്ന സമയത്ത് ആ ഭിത്തിയിൽ ചുടുകല്ല് ഇങ്ങനെ നിരത്തി വയ്ക്കും. എന്നിട്ട് കരണ്ടി കൊണ്ട് ചാന്ത് ഇങ്ങനെ പുതച്ച് വയ്ക്കും. ആ സമയത്ത് പുള്ളി യേശുവിൻ്റെ പാട്ട് പാടും, എന്നിട്ട് വചനവും പറയും. എൻ്റെ കൊച്ചു നാൾ മുതൽ ഞാൻ ഇത് കേട്ടതാണ്. അതിനുശേഷം സ്റ്റീഫൻ മേശിരിയുടെ വീട്ടിൽ ഓല കൊണ്ട് മേഞ്ഞ ഒരു ഷെഡ്, ആ ഷെഡിൽ ബെഞ്ചും ഡെസ്കും ഇട്ടിട്ടുണ്ട്. 1-2 ബൈബിളും അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ സന്ധ്യ ആകുമ്പോൾ അവിടെ കുറച്ച് പേര് വരും. ശിവൻ മേശിരി പാസ്റ്റർ വചനം പ്രഘോഷിക്കും. ആരുടെ പക്കൽ നിന്നും 1 രൂപ പോലും മേടിക്കത്തില്ല. പുള്ളി ഇപ്പോൾ നിത്യതയിലാണ്. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് ബന്ധക്കോസുകാർ ഇപ്പോഴും ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് പേര് സ്വമേധ സുവിശേഷം പ്രഘോഷിക്കുന്നവരും ഉണ്ട്. എൻ്റെ കൂടെയുള്ള സുരേഷ് കുമാർ എന്ന ശുശ്രൂഷകനും സ്വമേധ വേലക്കാരനാണ്. ഇപ്പോൾ ന്യൂജൻ ബെന്തക്കോസ് എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ പേരുണ്ട്. 2005 മുതൽ കേരളത്തിൽ തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ്. പണ്ട് മുതലേ IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, സിലോൺ ബെന്തക്കോസ്, TPM, സ്വതന്ത്ര നിരവധി സത്യസഭകൾ ഉണ്ടായിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് പരിപാടികൾ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. I2I ന്യൂസ് ചാനൽ നമുക്കൊന്ന് കേൾക്കാം. കൊട്ടാരക്കരയിലുള്ളതായ ആ ഒരു വ്യാജ പെന്തക്കോസ്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം വളരെ
ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. അവൻ ഒരു കള്ളനാണ്. പക്ഷെ പെന്തക്കോസ്തുകാര് മുഴുവൻ അവനെ അംഗീകരിക്കുന്നില്ല. കാരണം അതൊരു സ്വതന്ത്ര പെന്തക്കോസ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന സംഘടനകളൊന്നും ഇവനെ അംഗീകരിക്കത്തുമില്ല. ഞങ്ങള് അത് IPCയിൽ ഒരു മെമ്പറാണ് ഞാൻ. ഇങ്ങനെയുള്ള സംഘടനയ്ക്കകത്തൊന്നും ഇവൻ പറയുന്ന ഉപദേശവുമില്ല, ഇവന്റെ സ്വഭാവവുമില്ല. ഇവൻ കള്ളനാണ്. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നപ്പോൾ അതിലൊരുവൻ പിശാചായിരുന്നു എന്ന് യേശു തന്നെ പറയുന്നുണ്ട് യൂദായെ കുറിച്ച്. അതുപോലെ ഇവൻ പെന്തക്കോസ് എന്നല്ല, ക്രിസ്ത്യാനികളുടെ ഇടയിലെ ഒരു പിശാചാണ്. അതുകൊണ്ട് ഇവൻ നിമിത്തം പെന്തക്കോസ്തിനെ മൊത്തമായിട്ട് അങ്ങനെ ചിത്രീകരിക്കരുത്. പെന്തക്കോസ്തിൽ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ളവർ കണ്ടേക്കാം. പക്ഷെ ഇവൻ ഈ സംഘടനയിലുള്ളതല്ല, സ്വതന്ത്ര നിലയിൽ നടത്തുന്നതായ ഒരു തട്ടിപ്പുകാരനാണ്. ബുക്കും പേപ്പറും ഒന്നുമില്ല നടക്കുന്ന കള്ളവണ്ടി, ഒരു കള്ളവണ്ടി. ഇവൻ വെറും തട്ടിപ്പുകാരൻ. ഇവനെ സാർ ആക്ഷേപിച്ചോ? ഇവന് പെന്തക്കോസ്തുകാരനാണ്, പെന്തക്കോസ്തു പാസ്റ്റർ ആണെന്ന് പറയരുത്. ഇവനെ പെന്തക്കോസ്തിലുള്ള യഥാർത്ഥ സംഘടനക്കാരും അംഗീകരിക്കുന്നുമില്ല, ആരും ഇവനെ കേറ്റുന്നുമില്ല, ഇവനുമായിട്ട് ബന്ധവുമില്ല. ഞാൻ ജനിച്ചു വളർന്നത് പെന്തക്കോസ്തിലാണ്. ഈ ന്യൂസ് പലരും വിടുന്നത് കേൾക്കുമ്പോൾ തോന്നും പെന്തക്കോസ്തുകാരല്ല ഇവനെ അംഗീകരിച്ചിരിക്കുകയാണെന്ന്. അല്ല, പെന്തക്കോസ്തുകാരും ഇവനെ അംഗീകരിക്കത്തില്ല. ദൈവവചനം അറിയാത്ത, ദൈവവചനം പഠിച്ചിട്ടില്ലാത്ത സാറ് പറയുന്നത് പോലെ ചില മൊണ്ണ വിശ്വാസികളാണ് ഇവന്റെ പുറകെ പോകുന്നത്. ബൈബിൾ അറിയാവുന്ന ആരും ഇവന്റെ പുറകെ പോകത്തില്ല. കാരണം ഇവൻ പൊട്ടത്തരവും പൈശാചിക കാര്യങ്ങളാണ് ഇവൻ പറയുന്നത്. യേശുവിന്റെ ഉപദേശം അല്ല ഇവൻ പറയുന്നത്. യേശു ഒരിക്കലും കാശുണ്ടാക്കാനായിട്ട് ആരെയും പഠിപ്പിക്കുന്നില്ല. സമാധാനമാണ് യേശു ദാനം ചെയ്യുന്നത്. സമാധാനവും നിത്യജീവനുമാണ്. അല്ലാതെ ഇവൻ ഉദ്ദേശിക്കുന്ന നിലയിലുള്ളതായ ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒന്നുമല്ല യേശു കൊടുക്കുന്നത്. ഇവൻ പൊട്ടത്തരം പറയുമ്പോൾ ദൈവവചനം അറിയാത്ത മൊണ്ണ വിശ്വാസികൾ അതിന്റെ പുറകെ പോകും. അതൊക്കെ അവര് പൊട്ടന്മാരും കഴുതുകളുമായിരിക്കും. അല്ലാതെ പെന്തക്കോസ്തുകാർ മൊത്തം ഇവന്റെ പുറകെ പോകുന്നവരല്ല. പെന്തക്കോസ്തിൽ നല്ലവരാണ് ബഹുഭൂരിപക്ഷം ഉള്ളത്. അത് പാസ്റ്റർമാരെന്ന് പറയുന്നവര് ദൈവവചനപ്രകാരം ജീവിക്കുന്നവരും ഉപദേശിക്കുന്നവരും ദൈവിക കാഴ്ചപ്പാടുള്ളവരും വചനം അതായത് അനുസരിച്ച് കഴിയുന്നവരും ദൈവത്തെ ഭയപ്പെടുന്നവരുമാണ്. അവരിൽ ദൈവശക്തിയുണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഫലവും കിട്ടും, ദൈവിക രോഗശാന്തിയും വിടുതലും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇവൻ കാണിക്കുന്നത് തട്ടിപ്പേ, വെട്ടിപ്പേ, പിടിച്ചുപറി, മോഷണം, എന്ത് തോന്നിയാസം ഇവൻ കാണിക്കും. അത് പണ്ടേ കാലത്തും ജനങ്ങൾ ഇങ്ങനെ കാണിച്ചിരുന്നു, ഇനിയും കാണിക്കും. അത് കൂടി വരത്തതേ ഉള്ളൂ. പക്ഷെ ഇവൻ പെന്തക്കോസ്ത് ആണെന്നും പറഞ്ഞുകൊണ്ട് സാറ് അനൗൺസ് ചെയ്യരുത്. ഇവൻ തട്ടിപ്പുകാരൻ എന്ന് പറയണം. അതേ ഞാൻ പറയുന്നുള്ളൂ. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അല്ലാതെ സാറ് പറയുന്ന കേൾക്കുമ്പോൾ പലർക്കും തോന്നിപ്പോവും പെന്തക്കോസ്തിലുള്ള ഒരു നേതാവാണ് ഇവൻ തട്ടിപ്പുകാരനാ, പെന്തക്കോസ് മൊത്തം തട്ടിപ്പുകാരാ. അങ്ങനല്ല. ഇവനെ ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല. ഇവൻ തട്ടിപ്പുകാരനാണെന്ന് ഞങ്ങൾ പണ്ടും പറയുന്നു, ഇപ്പോഴും പറയുന്നു. സാറ് പറയുന്നതെല്ലാം സത്യമാണ്. പക്ഷെ കേൾക്കുന്നവർക്ക് തോന്നും പെന്തക്കോസ്തിന്റെ ഏതാണ്ട് നേതാവാ ഇവനെന്ന്. അല്ല, അറിയാൻ വയ്യാത്ത മൊണ്ണ വിശ്വാസികൾ, ദൈവവചനം പഠിക്കാത്തവരാണ് ഇവന്റെ പുറകെ പോകുന്നത്. ബൈബിൾ അറിയാവുന്ന ആരും, യേശുവിന്റെ ഉപദേശം പഠിച്ചിട്ടുള്ള ആരും ഇവനെ അംഗീകരിക്കത്തില്ല, അംഗീകരിക്കാൻ പറ്റത്തുമില്ല. ഇവന്റെ ഉപദേശവും ഇവന്റെ പ്രസംഗവും ഇവന്റെ രീതിയും കാണുമ്പോൾ അറിയാമല്ലോ യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവനായി. ഇവനെ പണ്ടേ എനിക്കറിയാം. അന്നേ ഞാൻ പറയുന്നുണ്ട്, ഇവന്റെ പ്രസംഗവും രീതിയും കാണുമ്പോഴേ പറയുന്നുണ്ട് ഇത് വചന വിരുദ്ധമായ, ദൈവിക വിരുദ്ധമായ കാര്യമാണ് പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ഈ ന്യൂജൻ സഭകൾ ഇമാതിരിയുള്ള ദിവ്യാഗ്രഹത്തിന് വേണ്ടി യേശുവിൻ്റെ പേരും പറഞ്ഞ് തട്ടിപ്പുകൾ കാണിക്കുമ്പോൾ ഒറിജിനൽ പെന്തക്കോസ്ത് സഭകളെയും ഇത് ബാധിക്കുകയാണ്. കാലഘട്ടത്തിനനുസരിച്ച് കള്ള അപ്പോസ്തലന്മാരും അത്ഭുതങ്ങളും അടയാളങ്ങളും കാട്ടി ബൈബിൾ അറിഞ്ഞുകൂടാത്ത കത്തോലിക്ക, ഓർത്തഡോക്സ്, മലങ്കര മറ്റു സഭകളിലുള്ളവരെയും ഈ സഭകളിലേക്ക് ആകർഷിച്ച് അവർക്ക് വചനം നേരവണ്ണം അറിയത്തില്ല. ഹല്ലേലൂയ. അവരെ പഠിപ്പിക്കത്തില്ല. അങ്ങനെയുള്ള വിശ്വാസികളെയാണ് കൂടുതലും തട്ടിപ്പിന് ഇരയാക്കുന്നത്. യഥാർത്ഥ പെന്തക്കോസ്തുകാർ ഇവരുടെ കൂട്ടത്തിൽ പോകത്തില്ല. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. എന്നാൽ നിർബന്ധം എൻ്റെ ഉള്ളിൽ കിടക്കുന്നു. ഞാൻ അത് പരസ്യമായി അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ദുരിതം. ഹല്ലേലൂയ. 18-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചുവല്ലോ. ഹല്ലേലൂയ. സുവിശേഷ ഘോഷണം വലിയ ചെലവ് കൂടാതെ നടത്തണമെന്നാണ്. മറ്റുള്ളവരിൽ നിന്നും ഓഹരി, ദശാംശം, നിർബന്ധ പിരിവ്, സംഭാവന
ഇടയ്ക്ക് തട്ടിപ്പ് ആവശ്യങ്ങൾ പലതും നടത്താതെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിച്ചത്. 1 കൊരിന്ത്യർ 16 അധ്യായത്തിൽ ധനശേഖരവും ധർമ്മശേഖരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഗലാത്യർ ലേഖനം 2 അധ്യായം അതിൽ 10 വാക്യത്തിൽ ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. ദാരിദ്ര്യം ഉള്ളവരെ സഹായിക്കാനല്ലാതെ സുവിശേഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെ കുറിച്ച് പിരിവ് നടത്തുകയോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. ഓരോരുത്തൻ്റെ കഴിവ് പോലെ പരിധിയോ പ്രമാണമോ ഇല്ല. I2I ന്യൂസ് ചാനൽ സുനിൽ മാത്യു പറയുന്നത് നമുക്ക് കേൾക്കാം. ഒരു മൂത്ത കള്ളനെ കൊണ്ടുവന്ന് ടിനു അവന്റെ പൈശാചിക കേന്ദ്രം പണിയുവാൻ കോടികൾ പിരിക്കുവാൻ നടത്തുന്ന ഒരു നാടകം കാണുക. ഇത്രയുമൊക്കെ പറയുന്ന ആ മൂത്ത കള്ളൻ എത്രയാണ് കൊടുക്കുന്നത് എന്ന് കാണുക. 1 രൂപ. മുണ്ണക്കുഞ്ഞാടുകൾ കൊടുക്കേണ്ടുന്നത് അവരുടെ 1 മാസത്തെ അധ്വാന ഫലം. 10 മടങ്ങ് തിരികെ കിട്ടും എന്ന് ഗ്യാരണ്ടി പറയുന്നവൻ തന്നെ കൊടുക്കുന്നത് കാണുക. 1 രൂപ. ചർച്ച് പണിയാനുള്ള രൂപ എല്ലാം ഉണ്ട്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് അവരുടെ കയ്യിൽ. നമുക്ക് വേണ്ടി ചർച്ച് പണിയുന്ന ഈ മനുഷ്യന് വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ഡിസംബർ മാസത്തെ വരുമാനം മുഴുവൻ, ശമ്പളം മുഴുവൻ അദ്ദേഹത്തെ ഏൽപ്പിക്കാം. ഞാൻ ഒരു ചലഞ്ച് ചെയ്യുകയാണ്. എത്ര കോടിയാണ് വേണ്ടിയത്? ഇനി ചർച്ചിന് ഏകദേശം 8 കോടി രൂപയുടെ 8 കോടി രൂപ വലിയ കാര്യമാണ്. നിങ്ങളെല്ലാവരും കൂടെ 1 മാസത്തെ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കാറുണ്ട്. എൻ്റെ ഓൺലൈനിൽ കാണുന്നവർ നിങ്ങൾ 1 മാസത്തെ പണം അദ്ദേഹത്തിന് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമാകത്തില്ല. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. I receive it this uncle. I receive it in the name of Jesus. ദൈവം അത് ചെയ്യും. അങ്കിൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ചെയ്യും. ഞാനത് സ്വീകരിച്ച് ഞങ്ങളും ഈ ജനവും, ഞാനും എൻ്റെ ജനവും, ഞാനും ഈ കൂട്ടവും, ഇപ്പോൾ എന്നെ കാണുന്ന എന്നെ വാച്ച് ചെയ്യുന്നവരും ഇത് സ്വീകരിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ഈ 1 രൂപ കോടികളാക്കി ദൈവം സഭ പണിയാൻ, ആലയം പണിയാൻ, ചർച്ച് പണിയാൻ, യഹോവയ്ക്കൊരാലയം പണിയാൻ ദൈവം സഹായിക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് സ്വീകരിച്ച് നന്ദി പറയുന്നു. ഈ സഭ അന്ത്യോക്യ സഭയാണ്. യെരുശലേമിലെ സഭയല്ല, അന്ത്യോക്യ സഭയാണ്. ഇത് സംഭവിക്കട്ടെ. ഇവന്റെയൊക്കെ പുറകെ പോകുന്ന എൻ്റെ മുണ്ണക്കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെന്ന് ബോധം വരും? മുടി കൊഴിഞ്ഞ് വിഗും വെച്ച്, കാഴ്ചശക്തി പോയി, കണ്ണടയും വെച്ച്, മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ബ്യൂട്ടി പാർലറും പോയി, പ്രോസ്പെരിറ്റി കച്ചവടം നടത്തുന്ന ഈ ഗജഫ്രോഡിനെ നിങ്ങൾ തിരിച്ചറിയുക. നാട്ടുകാരെ പറ്റിക്കുന്ന ഇവനെയും ഇവന്റെ പങ്കു കച്ചവടക്കാരനായ ആ വ്യഭിചാരിയായ മന്ത്രിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക. ഒരു കാര്യം ഓർക്കുക, ഇവന്റെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കുവാൻ നിങ്ങൾ മുണ്ണക്കുഞ്ഞാടുകൾ ഉള്ളിടത്തോളം കാലം മാത്രമേ ഇവന്റെ കച്ചവടം നടക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവൻ അടുത്ത നമ്പറുമായി വരും. ദൈവാത്മാവിനെതിരെയുള്ള പൈശാചിക ശക്തികളുടെ പ്രതിപ്രവർത്തനമാണ് ഇതെല്ലാം എന്നും പറഞ്ഞ് ജാഗ്രത. കണ്ടുവല്ലോ, കേട്ടുവല്ലോ. PG വർഗീസ് അങ്കിൾ കൊടുത്തത് 1 രൂപ. സാധാരണ വേദികളിലെല്ലാം PG വർഗീസ് അങ്കിൾ 1 രൂപ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നയം അങ്ങനെയാണ്. കൊടുത്തത് 1 രൂപ. ഇനി ചർച്ച് പണിയുവാൻ 8 കോടി രൂപ വേണം. 2024 ഡിസംബർ മാസത്തെ ശമ്പളം, ആ വരുമാനം മുഴുവനും കുഞ്ഞാടുകൾ കൊടുക്കണം. അപ്പം വീട്ടിലെ ചെലവുകൾ സോഹ. 1 മാസം എല്ലാവരും ഉപവാസം. പിഞ്ചു കുഞ്ഞുങ്ങളുള്ളവർ അയ്യോ ദുരിതം, കഷ്ടം. ദൈവവിശ്വാസത്തെ ദ്രോഹിക്കരുത്, ഭീഷണിപ്പെടുത്തരുത്, ഭയപ്പെടുത്തരുത്, ശപിക്കരുത്, തിന്മ കുടുംബത്തിൽ വരുത്തരുത്. മൊത്തം പണവും വസ്തു വീടും വിറ്റും കാൽക്കൽ വയ്ക്കാമേ. ടിനു ജോർജ്, ശപിക്കല്ലേ. ചർച്ചു പണിയുവാൻ എത്ര കോടി അപഹരിച്ചു. ഇനി
8 കോടി രൂപ പിടുങ്ങണം. അതിന് PG വർഗീസ് അങ്കിളിനെ വിളിച്ച് വരുത്തി പറയിപ്പിച്ച് നാറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പാവം PG വർഗീസ് അങ്കിളിൻ്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് പിശാച് പിടിച്ചവൻ ചിന്തിച്ചു. ഇത്ര പ്രയാസപ്പെടേണ്ട കാര്യമുണ്ടോ ടിനു ജോർജ്? യേശുവിനോട് പറഞ്ഞാൽ പോരെ. രാത്രി മുറിയിൽ വന്നപ്പോൾ യേശുവിനോട് സംസാരിച്ചപ്പോൾ ചർച്ചിൻ്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിൻ്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടത്തുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ മുറിയിൽ നിന്നും തിന്മ മാറുകയില്ല. നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. അങ്ങ് സഹായിക്കണം എന്നൊരു വാക്ക് പറഞ്ഞാൽ പോരെ. യേശുവിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് അറിഞ്ഞുകൂടെ? എന്താ ചോദിക്കാത്തത്? ഇത്രയും നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ റെക്കോർഡ് ചെയ്തല്ലോ. 8 കോടി രൂപ PG വർഗീസ് അങ്കിളിനെ കൊണ്ട് പറയിപ്പിച്ചത് തട്ടിപ്പല്ലേ? PG വർഗീസ് അങ്കിളെ ഒന്ന് ചിന്തിക്കണ്ടേ? ഈ 1 മാസത്തെ വരുമാനം മുഴുവനും പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിടുങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുന്നതിന് അയ്യോ കഷ്ടം. ദുഷ്പ്രേരണകൾ സാത്താൻ കൊണ്ടുവരുന്നതാണ്. ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. യൂദ സ്കറിയോത്താവേ. പാസ്റ്റർ കൊല്ലം ഷമീർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയട്ടെ. ഈ എല്ലാ ആളുകളും നമ്മൾ ഈ പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ നമ്മളെ വിളിക്കാറുണ്ട്. പ്രതികരണം എന്തിനാ ഇങ്ങനെ ഇടുന്നത്? വിശ്വാസികളല്ലാത്ത ഞങ്ങളുടെ കൂട്ടുകാർ കണ്ടു, വീട്ടുകാർ കണ്ടു, ഓഫീസിലുള്ളവർ കണ്ടു, അവർ കണ്ടു, ഇവർ കണ്ടിട്ട് ഇത് അവരിങ്ങനെ ചോദിക്കുന്നു. ഈ മണ്ടന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഈ പ്രതികരണം ഇടുന്നതിന് മുമ്പ് ഇവരെ പോലുള്ള ആളുകൾ ഇടുന്ന ഈ വിവരക്കേടിൻ്റെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഓഫീസിലുള്ളവരൊന്നും കാണുന്നില്ലേ? ഇത്രയും വൈറലായി സാമുദായിക ഗ്രൂപ്പുകളെ കൊണ്ടിട്ട് അലക്കി എല്ലാവരും ബന്ധുക്കോസുമാർ കള്ളന്മാരെന്ന് ആക്ഷേപിച്ച്, ബന്ധുക്കോസുകാരെല്ലാം ഇങ്ങനെയാണ് കള്ളന്മാരാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ദോഷം, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അന്നേരം നിങ്ങൾ ഈ ടിനുവിനെ പോലുള്ള ആളുകളെ വിളിച്ചിട്ട് എന്തിനാ നിങ്ങൾ ഇതൊക്കെ പബ്ലിക്കായി ഇത്തരം വിവരക്കേട് ലൈവിലോ അല്ലെങ്കിൽ വീഡിയോയിലോ മുമ്പിൽ പറയുന്നത് എന്തിനാ? ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ വിശ്വാസികളല്ലാത്തവർ ഞങ്ങൾ പുച്ഛിക്കുകയാണെന്ന് അവരോട് ചോദിക്കൂല. ഇത് തെറ്റാണെന്ന് പ്രതികരണം രേഖപ്പെടുത്തുന്നത് നമ്മളെ വിളിക്കുള്ളൂ. ഇത് എന്തൊക്കെ മണ്ടന്മാരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മളോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് ഇത് പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഒരു സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുമ്പോൾ, ട്രോൾ ചെയ്യുമ്പോൾ, കളിയാക്കുമ്പോൾ ഒരു പരിധി വിട്ട് മൗനമായിരിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം ഞാനും ഈ സമൂഹത്തിലൊരംഗമാണ്. ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് 22 വർഷത്തോളമായി പെന്തക്കോസ്ത് സമൂഹത്തിൽ, പെന്തക്കോസ്ത് അനുഭവത്തിൽ ഈ കൂട്ടത്തിൽ ഒരു സുവിശേഷകൻ എന്ന ലേവലിലാണ് ഇന്നും ഞാനും ജീവിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ വിശ്വാസപരമായ ജീവിതവും ഈ ആത്മീയ കാര്യങ്ങളും 100% സത്യമാണ് എന്ന ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദൈവവചനത്തിന് വേണ്ടി സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കള്ളനാണയങ്ങളെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. സത്യസന്ധമായി ജീവൻ കൊടുത്തും ചോര കൊടുത്തും അനേക തിക്താനുഭവങ്ങൾ നേരിട്ടും സുവിശേഷ വേല ചെയ്യുന്ന, സുവിശേഷം വിളിച്ചറിയിക്കുന്ന നിരവധി അഭിഷിക്തന്മാർ, നിരവധി കർത്താവിൻ്റെ വേലക്കാർ ഇന്നും ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു രാജ്യത്താണ്, ഒരു ലോകത്താണ് ഞാനും നിങ്ങളോട് സംസാരിക്കുന്നത്. അത്തരക്കാരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. അവരെ ദൈവം ആദരിക്കട്ടെ. ഇത്തരം കള്ളനാണയങ്ങൾക്കെതിരെ മുൻപോട്ടുള്ള കാലങ്ങളും ശബ്ദമുയർത്തും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക. ഗോഡ് ബ്ലെസ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 45-46 വാക്യങ്ങളിൽ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവൻ
അടുത്തെത്തിയിരിക്കുന്നു. യൂദാസ് കറിയോത്താവ് യേശുവിനെ ചുംബിച്ചതുപോലെ കുഞ്ഞാടുകളെ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ടിനു ജോർജിനെ പോലെയുള്ള കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി